ഇതാണ് പോസിറ്റീവ് ഇക്കണോമിക്സും നോർമാറ്റീവ് ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം. സമ്പദ് വ്യവസ്ഥയെ അവയുടെ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോസിറ്റീവ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അതായത് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് പോലെയാണ്. അവിടെ ഒരു ഫാക്റ്റ് ഉണ്ട്, അവിടെ നമുക്ക് പരീക്ഷണം നടത്തിയിട്ട് തെറ്റോ ശരിയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ് പോസിറ്റീവ് ഇക്കണോമിക്സിൽ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം 1 കിലോ അരിയുടെ വില 40 രൂപയാണ് എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് ഒരു ഡാറ്റ ഉണ്ട്, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നമ്മൾ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നൊരു ആശയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണിത്. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം 2024 കേന്ദ്ര സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്? 1032 കോടി രൂപ. അതൊരു ഫാക്റ്റാണ്, അവിടെ ഒരു ഡാറ്റ ഉണ്ട്, അതായത് അവിടെ ഒബ്സർവബിൾ റിയാലിറ്റിയാണ്. ഇത് തന്നെയാണ് പോസിറ്റീവ് ഇക്കണോമിക്സ്. പക്ഷെ നോർമാറ്റീവ് ഇക്കണോമിക്സ് അങ്ങനെയല്ല, അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതായത് ഇപ്പം മൂല്യാധിഷ്ഠിത ആശയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഇക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ നോംസിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഇക്കണോമിക്സ് ആണ് എന്ത് നോർമാറ്റീവ് ഇക്കണോമിക്സ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് കർഷകർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ധനസഹായം നൽകാം, അത് നമ്മുടെ ഒപ്പീനിയനാണ്. അല്ലെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണം, അതും ഒരു ഒപ്പീനിയനാണ്. അല്ലെങ്കിൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാം, അതും നമുക്കൊരു വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതല്ല ഇവിടെ വരുന്നത്, ഇവിടെ വാട്ട് ഷുഡ് ഹാപ്പൻ എന്നുള്ളതാണ് വരുന്നത്. അതാണ് നോർമാറ്റീവ് ഇക്കണോമിക്സും പോസിറ്റീവ് ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം. പോസിറ്റീവ് ഇക്കണോമിക്സിൽ വരുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ്, നോർമാറ്റീവ് ഇക്കണോമിക്സിൽ വരുന്നത് വാട്ട് ഷുഡ് ഹാപ്പൻ. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് ആണ്, നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ ഓർ നോംസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇത് രണ്ടുമാണ് പോസിറ്റീവ് ഇക്കണോമിക്സും നോർമാറ്റീവ് ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്.